भय प्रकट कृपाला दीन दयाला कौसल्या हितकारी हर्षित महतारी मुनि मनहारी अद्भुत रूप विचारी लोचन अभिरामा तनु घन श्यामा निज आयुध भुज चारी भूषण बनमाला नयन बिसाला शोभा सिंधु करारी कई धुत कर जोरी स्तुति तोरी कही विद करूं अनंता माया गुण ज्ञाना तीत हमाना वेद पुराण अनंता करुणा सुख सागर सब सुख आगर जो ही गावहि संता सो मम हित लागी जन अनुरागी भय हुप प्रकट श्रीकंता जय जय राम जय राम 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 जय जय राम जय राम. താങ്ക് യു ശ്രീരാം. അപ്പോൾ നമ്മൾ 12 അധ്യായങ്ങൾ കഴിഞ്ഞിട്ട് ഭഗവത്ഗീതയുടെ 3-ാമത്തെ സെക്ഷനിലേക്ക് എത്തുകയാണ്. ഇന്ന് മുതൽ 3-ാമത്തെ സെക്ഷൻ തുടങ്ങുകയാണ്. ആദ്യത്തെ 6 അധ്യായം തത്വമസിയിലെ ത്വം എന്നുള്ളത്, യു എന്നുള്ളതിനെ കുറിച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ട്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ യു എന്നുള്ള ജീവാത്മാവിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച്, കർമ്മങ്ങളെ കുറിച്ച്, എന്ത് വിധത്തിലാണ് ജീവിക്കേണ്ടത്, പരമാത്മാവായിട്ടുള്ള ഐക്യം മനസ്സിലാവാൻ ഏത് തത്വത്തിലാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു, ത്വം എന്ന് പറഞ്ഞു. പിന്നത്തെ 6 അധ്യായങ്ങള് തദ്, ദാറ്റ്, അത് എന്താണ്, എന്നിൽ നിന്ന് വിഭിന്നമാണ് എന്ന് ഞാൻ കരുതുന്ന ആ പരമാത്മാവ് എന്താണ് എന്ന് അതിനെക്കുറിച്ചും പറഞ്ഞു. പക്ഷെ അതും പറഞ്ഞു, എന്നെയും പറഞ്ഞു, അതും ഞാനും വ്യത്യസ്തമാണ് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും അനുഭവവും അറിവും. ഇനിയുള്ള 6 അധ്യായത്തില് അതങ്ങനെ അല്ല. ലിമിറ്റ്, ഇത് രണ്ടും തമ്മിൽ ബൗണ്ടറി ഡിഫറൻസിയേഷൻ ഇല്ല. സോ ആദ്യത്തെ 6 അധ്യായത്തിലുള്ള ജീവയും പിന്നത്തെ 6 അധ്യായത്തിലുള്ള ജഗദീശ്വരനും, എൻ്റെ ഇപ്പോഴത്തെ വിചാരം ജഗദീശ്വരൻ ഈ ജീവാത്മാവിനേക്കാളും എത്രയോ ഉയരത്താണ്. ഐ ലിമിറ്റ് ഗോഡ്, ഗോഡ് ലിമിറ്റ്സ് മീ, ദർ ഇസ് എ ഡിഫറൻസിയേഷൻ എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന എന്നെ, ഗോ പാസ്റ്റ് ബോത്ത് ജീവ ആൻഡ് ജഗദീശ്വര, ഗോ പാസ്റ്റ് ബോത്ത്, പാസ്റ്റ് ത്വം ആൻഡ് തത്, എന്നിട്ട് ഇത് രണ്ടും തത്വം അസി, ദൗ ആർട്ട് ദാറ്റ്, അത് ആണ് എന്ന്, ജീവാത്മാവും ജഗദീശ്വരനും ഒന്നാണ്. Nobody is limiting anybody. There is nothing to limit. There is only one infinite എന്നുള്ള ഐഡിയ മനസ്സിലാക്കിപ്പിക്കുന്നതാണ് ഇനിയുള്ള 6 ചാപ്റ്റർ. ഇപ്പൊ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പല പ്രാവശ്യവും ഓഷന്റെയും വേവിന്റെയും ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ജീവാത്മാവിനെ ഒരു വേവ് ആയിട്ടും പരമാത്മാവിനെ ഒരു ഓഷ്യനായിട്ടും പറഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞൊക്കെ പരമാത്മാവിനെ ഒരു ഓഷ്യനായിട്ട്, ലിമിറ്റ്ലെസ് ഓഷ്യനായിട്ട്, ആ ഓഷ്യന്റെ മുകളിലുള്ള മോഡിഫിക്കേഷൻസ് ആയിട്ട് വേവിനെ പറഞ്ഞു. ഇനിയിപ്പം പരമാത്മാവ് ഓഷ്യനാണ്, ജീവാത്മാവ് വേവാന്ന് പറഞ്ഞു. അതിനിപ്പോ അത് രണ്ടും ട്രാൻസെൻഡ് ചെയ്തിട്ട്, ഹൂ ആർ യു, വേവാന്ന് വിചാരിക്കുന്ന നീ വെറും ഓഷ്യൻ അല്ല, നീ വെള്ളം, വാട്ടർ ദാറ്റ് മേക്സ് ദി ഓഷ്യൻ തന്നെയാണ്, ദി എസെൻസ് ഓഫ് ഓഷ്യൻ തന്നെയാണ്. കാരണം വേവ് ആൻഡ് ഓഷ്യൻ ആർ ലിമിറ്റഡ്. വേവ് ഇസ് ലിമിറ്റഡ് ബൈ ദി സ്പ്രെഡ് ഓഫ് ദി ഓഷ്യൻ, ഓഷ്യൻ ഇസ് ലിമിറ്റഡ് ബൈ ദി സ്പ്രെഡ് ഓഫ് വാട്ടർ, വാട്ടർ ഇസ് നോട്ട് ലിമിറ്റഡ്. അപ്പോ ഐഡിയ ഇസ്
ഈ ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾ ഉയരുക, അത് ഉയരുന്നത്. അപ്പം എന്തിനാണ് ഇതെല്ലാം വേണ്ടി? നമ്മൾ സാധനാ ചതുഷ്ടയത്തിൽ പറഞ്ഞ മാതിരി വിവേക വൈരാഗ്യ ഷഡ്സമ്പത്തി മുമുക്ഷുത്വത്തിന് വേണ്ടിയാണ്, മോക്ഷത്തിന് വേണ്ടിയാണ്, കൈവല്യത്തിന് വേണ്ടിയാണ്. അതിന് ജ്ഞാനാത് കൈവല്യം, കൈവല്യം ജ്ഞാനം കൊണ്ടേ വരുള്ളൂ. ആ ജ്ഞാനമാണ് ഇനിയുള്ള 6 അധ്യായത്തില് ജനറലി പറയാൻ പോകുന്നത്. വേറൊരു കാര്യം, നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ ചെയ്തത് വാസ് മോർ, നമ്മൾ കുറച്ച് ജ്ഞാനവിജ്ഞാന യോഗം ആണെങ്കിലും രാജവിദ്യ രാജഗുഹ യോഗമാണെങ്കിലും കുറച്ച് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത റെലംസിലേക്കൊക്കെ പോയി പറഞ്ഞുവെങ്കിലും ജീവാത്മാവും പരമാത്മാവും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണത് വാസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് ഇൻ ദാറ്റ് സെൻസ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും പറയും, മിക്കവാറും ആൾക്കാർ പറയും, ഭഗവത്ഗീതയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് 13ാമത്തേത്. ഒരു കോഴ്സിൽ ഡിഫറെന്റ് ടോപ്പിക്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജനറലി ഓൺ ആൻ ആവറേജ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ ചില കുട്ടികൾക്ക് ദിസ് ടോപ്പിക് ഇസ് ഡിഫിക്കൽട്ട് ഫോർ മോസ്റ്റ് സ്റ്റുഡൻസ് എന്ന് പറയില്ലേ, അതുപോലെ എല്ലാവർക്കും. അതുകൊണ്ട് എനിക്കും ഇത് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ഞാനും ഇത് കേട്ടതും പകുതി അറിവ് ബുദ്ധിമുട്ടാവുമോ, ഒന്നും അറിയാത്തതിനേക്കാളും അബദ്ധമാവുമോ എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട്. അപ്പം വി വിൽ ട്രൈ. ഈ ചാപ്റ്ററിനെ കുറിച്ച് എനിക്ക് എന്നിൽ തന്നെ വലിയ വിശ്വാസമില്ല. 14ഉം 15ഉം ഒക്കെ പിന്നെ ഞാൻ കൂടുതൽ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ ഇനിയുള്ള ചാപ്റ്ററുകളിലൊക്കെ എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഈ ആദ്യത്തെ 12 അധ്യായം പോലെ എന്താ പറയുക, നമുക്ക് നമ്മുടേതായ ഇന്റർപ്രിട്ടേഷൻസിന് ഓപ്പൺ അത്ര അല്ല ഇനിയുള്ള കാര്യങ്ങൾ. കാരണം അത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ബുദ്ധിവികാസവും ഇന്റലക്ച്വൽ ഡെപ്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ വിൽ ട്രൈ, നമുക്ക് ഒരുമിച്ച് വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈ ജെനസിസ് ഓഫ് വാട്ട് ഭഗവാൻ ഇസ് ട്രൈങ് ടു സേ. പല there are so many other പല സ്വാമിജിമാരുടെയും വിശദീകരണങ്ങളുണ്ട്. സ്വാമി ചിന്മയാനന്ദന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ശങ്കര ഭാഷ്യയുണ്ട്. അപ്പൊ പുസ്തകങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ഒരു കുറവുമില്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട. ഇതൊക്കെ ട്രാൻസെൻഡ് ചെയ്യണം എന്ന് പറയണമെങ്കിലും ആകെ കയ്യിലുള്ള ഒരു എക്യുപ്മെന്റ് ബുദ്ധിയല്ലേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ. അപ്പൊ നമ്മുടെ ബുദ്ധിയുടെ ലിമിറ്റേഷൻ സംടൈംസ് വിൽ കം ഇൻ ദ വേ until you transcend it at some stage. So again, all in good hope. അപ്പൊ ഇത് മുഴുവൻ ദിസ് ചാപ്റ്റർ ഈസ് ഓൺ ഗുഡ് ഹോപ്പ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ഇതിന്റെ തുടക്കം നോക്കിയാൽ ഈ ചാപ്റ്റർ വിൽ ലുക്ക് ഡിസ്കണക്റ്റഡ് ഫ്രം വാട്ട് ഹി വാസ് ടെല്ലിങ് ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ. ഇവർ എല്ലാ ചാപ്റ്ററിനും ഒരു കണക്ഷൻ പോലെ വന്നിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഭക്തിമാർഗം പറഞ്ഞിട്ട് ഇന്ന ഭക്തിമാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എങ്ങനെയുള്ള ഭക്തിമാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് മുഴുവൻ പറഞ്ഞിട്ട്, റൈറ്റ്? കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തില് യോന ഹൃഷ്യദിന ദ്വേഷദിന ശോചദിന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ സമയപ്രിയ. അപ്പൊ എങ്ങനെയുള്ള ഭക്തനാണ്? ഹു റിനൗൺസസ് എവറിത്തിങ്, സന്യാസം, അത് നേരത്തെ പറഞ്ഞു, ഹു റിനൗൺസസ് എവറിത്തിങ് ആൻഡ് എൻജോയ്സ് ഓൺ ദാറ്റ് റിനൗൺസിയേഷൻ. എല്ലാ കാര്യങ്ങളെയും അവസാനിപ്പിക്കുന്നവൻ, ശത്രുവിനെയും മിത്രത്തിനെയും ഒരേപോലെ, സുഖ ദുഃഖം, മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലുമുള്ള എല്ലാ മാറ്റങ്ങളെയും ഒരേപോലെ സമീപിക്കാൻ പറ്റുന്നവൻ, സമചിത്തൻ. ഇങ്ങനെയുള്ള ഭക്തനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് സഡൻലി ഈ അധ്യായത്തിൽ വരുമ്പോൾ യു ആർ ടേക്കിംഗ് അപ്പ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഐഡിയ. അപ്പൊ അത് എവിടുന്ന് വന്നു നോക്കിയാൽ, നമ്മൾ 7ാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം എന്ന് പറഞ്ഞു. 8ാമത്തെ അധ്യായത്തില് അക്ഷരബ്രഹ്മനും പറഞ്ഞു, ഇംപെറിഷബിൾ ബ്രഹ്മൻ. ഈ ഇംപെറിഷബിൾ ബ്രഹ്മന്റെ അവസാനമായപ്പോ അർജുന് മരണകാലത്ത് എങ്ങനെയാണ് നിന്നെ കാണുക എന്നൊക്കെ ചോദിച്ചു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല ആ സമയത്ത്, റൈറ്റ്? അവർ അവസാന കാലത്ത് ഹൗ വുഡ് ഐ സീ യു, ഹൗ വുഡ് ഐ നോ യു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പം ഭഗവാൻ അതിനുള്ള ഉത്തരവായിട്ട് എങ്ങനെയാണ് എന്നെ കാണുക എന്നുള്ളതിന് വേണ്ടി എന്റെ വിഭൂതികൾ പറഞ്ഞു. ആ പറഞ്ഞ വിഭൂതികളെ അനുഭവിപ്പിച്ചറിയാൻ വേണ്ടി വിശ്വരൂപ ദർശനം ചെയ്തു. ആ വിശ്വരൂപ ദർശനം ചെയ്ത് മനസ്സില് ഇത്രയും അത്യധികമായ സറണ്ടർ എന്നുള്ള വികാരം വന്നൊരു ശിഷ്യന് വേണ്ടി ആ ക്വാളിറ്റീസ് വന്നൊരാൾക്കുള്ള ഭക്തി എന്നുള്ള
ആ ഒരു ഐഡിയനെ പറഞ്ഞു. അപ്പൊ ഈ 3 അധ്യായങ്ങളും 9, 10 അല്ല 10, 11, 12 can be considered as an aberration, as something that is different. അപ്പൊ ഒരു മെയിൻ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഉപകഥയിലേക്ക് പോയ പോലെ കൺസിഡർ ചെയ്യാം. ഹി ഈസ് പിക്കിംഗ് ബാക്ക് അപ്പ് ഇൻ ചാപ്റ്റർ 13 ഫ്രം ചാപ്റ്റർ 8. പക്ഷെ അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും 13ാമത്തെ അധ്യായത്തിൽ. ഇത് ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ശരി, നമുക്ക് ഇവിടുന്നാണ് വന്നതെന്ന്. പക്ഷെ ഒരു കാഷ്വൽ ലിസണർക്ക് അല്ലെങ്കിൽ സംബഡി ഹു ഈസ് ട്രൈങ് ടു ഇവാലുവേറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ഇത് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഈ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം അർജുനന്റെ ഒരു ചോദ്യമായിട്ട് വെച്ചു. അത് ചില വ്യാഖ്യാനങ്ങൾ ചില ഭഗവത്ഗീതകളിലേ കാണൂ, എല്ലാ ഭഗവത്ഗീതയിലും കാണില്ല. അപ്പൊ ഈ ഒരു ശ്ലോകം 13ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകമാണ് ഡിഫറൻഷിയേറ്റ്സ് വെദർ ഭഗവത്ഗീത ഹാസ് 700 ശ്ലോകം ഓർ 701 ശ്ലോകം. ഇപ്പൊ നമ്മൾ കാണുന്ന ധാരാളം സിനിമാ മിഷന്റെ ആയാലും രാമകൃഷ്ണ മിഷന്റെ ആയാലും പുസ്തകങ്ങളിൽ ഈ ഒരു ശ്ലോകം കാണും. പക്ഷെ പഴയ ചില പുസ്തകങ്ങളിൽ ഈ ശ്ലോകം കാണില്ല എന്നാ പറയുന്നത്. കാരണം അത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വാസ് ആഡഡ് ഇൻ ടു ഗിവ് അസ് ദ കോണ്ടെക്സ്റ്റ്. ഈ ഒരു ചോദ്യം നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവാൻ വേണ്ടി. ബിക്കോസ് 7, 8 ഇപ്പൊ നമ്മൾ സാധാരണ പോലെ 7, 8 നമ്മൾ മറന്നില്ലേ, റൈറ്റ്? കാരണം ഭഗവത്ഗീത ഇപ്പൊ നമ്മൾ we go through this Bhagavad Gita once, twice every week. We think about, we do some meditation, we do some contemplation, but we are not living Bhagavad Gita as of now. Bhagavad Gita has not gone through us as of now. We are going through Gita. Gita has not gone through us as of now. Therefore, obviously, we have forgotten what is there in chapter 7 and 8. നമ്മളൊക്കെ മറന്നു. പക്ഷെ ചാപ്റ്റർ 7, 8 7ാമത്തെ 2 ശ്ലോകങ്ങളിൽ നിന്നാണ് അർജുനന്റെ ചോദ്യത്തിന് ഉത്തരവായിട്ട് ഭഗവാൻ ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഇവിടെ ഈ അധ്യായത്തിന്റെ പേര് ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നാണ്. ക്ഷേത്രം ദ ഫീൽഡ്, ക്ഷേത്രജ്ഞ ദ നോവർ. ഈ 2 ക്ഷേത്രത്തിനെ അറിയുന്നവർ. ഇനി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റിലുള്ള, നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന ക്ഷേത്രം അല്ല യഥാർത്ഥത്തിൽ ഉള്ള ക്ഷേത്രം. നമ്മൾ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അമ്പലങ്ങളെയല്ലേ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോകുന്നു. പക്ഷെ യഥാർത്ഥ അർത്ഥം, വാക്കുകൾ പിരിച്ച് സംസ്കൃതത്തിൽ പിരിച്ച അർത്ഥം നോക്കുകയാണെങ്കിൽ പല വിധത്തിൽ പറയാം. ഇപ്പൊ ഒരു അർത്ഥം ഇപ്പൊ ശങ്കരഭാഷ്യത്തിൽ പറയുന്നതാണ് അത്ര ഇത്: ക്ഷതത്രാണന ഇതി ക്ഷേത്രം. ക്ഷതം എന്ന് പറയുന്നത് ഡാമേജ്, നമുക്ക് എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ക്ഷേത്രം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് എൻവലോപ്പ് ഓഫ് വാട്ട് യു ഹാവ് ദാറ്റ് പ്രൊട്ടക്ട്സ് എവറിത്തിങ് ഇന്റേണൽ, റൈറ്റ്? സോ ബോഡി ആസ് എല്ലും മാംസവും കൊണ്ട് കൂടിച്ചേർന്ന ഒരു സാധനം ദാറ്റ് പ്രൊട്ടക്ട്സ് എവറിത്തിങ് എൽസ്, ക്ഷേത്രം. ക്ഷതം ത്രാണനം. മനസ്സിനെ ഒരു ലെവൽ കൂടി ഉള്ളിൽ പോയാൽ മനസ്സാവാം, അതിന്റെയും കൂടെ ഉള്ളിൽ ലെവലിൽ പോയാൽ ബുദ്ധിയാവാം. അവസാനം 5 കോശങ്ങളെ കുറിച്ച് പറയില്ലേ, പഞ്ചകോശങ്ങള്, ഏറ്റവും ഉള്ളിൽ ആനന്ദമയ കോശം. അപ്പൊ അങ്ങനെ ഓരോ ഷീത്തിനെയും എടുത്തു കഴിഞ്ഞാൽ എവറി ഷീറ്റ് ദാറ്റ് ഈസ് ഗ്രോസർ ദാൻ എ സർട്ടൻ ഷീറ്റ് ഈസ് പ്രൊട്ടക്ടിങ് ദാറ്റ് ഇന്നർ ഷീറ്റ് എന്നുള്ള അർത്ഥത്തിൽ, റൈറ്റ്? ക്ഷതത്രാണതി ക്ഷേത്രം എന്ന് പറയാം. ക്ഷീയതേ ഇതി ക്ഷേത്രം. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ക്ഷീയതേ, ക്ഷയിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം. അങ്ങനെ നോക്കിയാൽ നമ്മൾ നാട്ടിൽ കാണാൻ പല ക്ഷേത്രങ്ങളും ക്ഷയിച്ചിട്ടുണ്ട്. അപ്പൊ ക്ഷയിക്കുന്നതാണ് ക്ഷേത്രം. അപ്പൊ ക്ഷേത്രം ക്ഷയിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയാം. പക്ഷെ ക്ഷയിക്കുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് അല്ലെങ്കിൽ ക്ഷീണിക്കുന്നത്, വീക്ക് ആവുന്നത് ആണ് ക്ഷേത്രം. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ബോഡി, റൈറ്റ്, ക്ഷീണിച്ചു കൊണ്ടിരിക്കുകയാണ്, ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, കേടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു അർത്ഥം ക്ഷരം ആവുന്നത്. സെയിം ഇതിനോട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഐഡിയ, ക്ഷരം ആവുന്നതാണ് ക്ഷേത്രം. ക്ഷരം, അക്ഷരം. അക്ഷരം ഈസ് ഇംപെരിഷബിൾ, ക്ഷരം ഈസ് പെരിഷബിൾ. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയി പോകുന്നത്, നശിച്ചു പോകുന്നത്. മറ്റേത് ക്ഷീണിക്കുക എന്നേ പറഞ്ഞുള്ളൂ, നശിക്കുക എന്ന് പറഞ്ഞില്ല. ഇവിടെ ഒരു ലെവലും കൂടെ ചേർത്ത് പറഞ്ഞു, നശിച്ചു പോകുന്നതാണ് ക്ഷേത്രം. അപ്പൊ നമുക്ക് കോണ്ടെക്സ്റ്റ് തരിക. അപ്പൊ നമുക്ക് നമ്മുടെ ഫിസിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കിയാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ കയ്യിലുള്ള നശിച്ചു പോകുന്ന സാധനം. നമ്മുടെ ശരീരമല്ലേ. പക്ഷെ അപ്പൊ നമുക്ക് തോന്നുന്നു മനസ്സും ബുദ്ധിയും ഒന്നും നശിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പം ശരീരം ആണ് ക്ഷയിക്കുന്നത്. അപ്പൊ ഈ തത് ത്വം അസി എന്നുള്ളതില്
ത്വം എന്നുള്ള നീ എന്നുള്ള ഐഡിയ പറഞ്ഞ് പരമാത്മാവ് ആരാണ് എന്നുള്ള ഐഡിയയും പറഞ്ഞ് ഇനി നിന്നെയും പരമാത്മാവിനെയും കണക്ട് ചെയ്ത് നീ തന്നെയാണ് അത് എന്ന് പറയുമ്പോൾ ആരാണ് നീ എന്ന് നീ വിശ്വസിച്ചിരുന്നോ അത് ട്രാൻസെൻഡ് ചെയ്യാതെ ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? അത് ട്രാൻസെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാനാണ് എന്നുള്ള ബോധം എന്തിലാണുള്ളത്? ശരീരത്തിലല്ലേ? ശരീരബോധം അല്ലേ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്? അതല്ലേ പറഞ്ഞ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ക്ലേശോദിഗതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിരവാപ്യതേ എന്ന് പറഞ്ഞു. ദേഹബോധമുള്ളവർക്ക് അവ്യക്തത്തിനെ അറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. റൈറ്റ്? അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഞാനാണ് ശരീരം, ഇതാണ് ശരീരം എന്നുള്ള ബോധമാണ്. അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനെ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? ശരീരം എന്നുള്ളത് ഇറ്റ്സ് ഓൺലി എ മാറ്റർ, ക്ഷയിക്കുന്നതാണ്. അത് ഈസ് എൻവലപ്പിംഗ് ദ റിയൽ മീ. Therefore, I have to undress the matter from me to expose the real me. വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട്, റൈറ്റ്? നമ്മൾ നേരത്തെയും പറഞ്ഞു, രണ്ടാമത്തെ അധ്യായത്തിലും ഭഗവാൻ ഇതന്നെയാ പറയുന്നത്. ജീർണ വസ്ത്രം ഉപേക്ഷിച്ച് ദേഹി പുതിയ ദേഹം തേടുന്നു എന്ന് പറഞ്ഞില്ലേ മരിക്കുന്ന സമയത്ത്, റൈറ്റ്? ജീർണവസ്ത്രം ഉപേക്ഷിച്ച് വളരെ വളരെ കോമൺ ആയിട്ട് പറയില്ലേ, ജീർണവസ്ത്രം വാസാംസി ജീർണാനി നവാനി ദേഹി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ജീർണവസ്ത്രം ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ടർ എൻവലപ്പ്, ഔട്ടർ ഷെല്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ undressing that outer shell to expose that infinite spirit. And who is that infinite spirit? He knows the field in which you are acting. പക്ഷെ അത് എപ്പോഴാവാം? സോ ഒരു ഫീൽഡ് ഉണ്ട്, ആൻഡ് ദെൻ ദർ ഈസ് എ നോവർ ഓഫ് ദ ഫീൽഡ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇത് ഞാൻ ഇന്നതാണ് എന്ന് ഞാൻ പറയുമ്പം ഐ വർക്ക് ഓർ act in a certain field. For example, ഞാൻ ഒരു ഡ്രൈവറാണ്, right? When am I a driver? When the knower, driver എന്നുള്ള ഡ്രൈവിംഗ് അറിയുന്ന ഞാൻ എപ്പോഴാണ് ഡ്രൈവർ ആവുന്നത്? Only when I am associated with a car, correct? അല്ലാത്ത സമയത്ത് ഞാനൊരു ഡ്രൈവർ ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥമുണ്ടോ? I'm just like anybody else ഡ്രൈവ് ചെയ്യാത്ത സമയത്ത്, കറക്റ്റ്? ഒരു പൈലറ്റ് ആണെങ്കിൽ ഇഫ് യു നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ പ്ലെയിൻ, അതായത് ഫീൽഡ് ഇല്ലെങ്കിൽ ദ നോവർ നമ്മുടെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഹാസ് നോ ഐഡന്റിറ്റി. അപ്പൊ നമ്മൾ പറയും ഇയാൾ ഒരു ഡ്രൈവറാണ്, അയാൾ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ പറയും അയാൾ ഡ്രൈവർ ആട്ടോ എന്ന്. ബട്ട് ഈസ് ഹി റിയലി എ ഡ്രൈവർ അറ്റ് ദാറ്റ് ടൈം? റൈറ്റ്? ഹി ഈസ് ഓൺലി whatever is his body, mind, intellect envelope. That's it. പക്ഷേ നമ്മൾ ഇതേപോലെയാണ് നമ്മുടെ മിസ്കോൺസെപ്ഷൻ. നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്, we relate to the field without identifying that the knower of the field can only be the knower when it is related to the field, right? When the knower and the field is stripped off from everybody. Now let's take a general grander idea. Strip off the knower, driver ആണെന്നുള്ള ധാരണ, strip off the field of driving, what remains at the core? The knowledge remains at the core, correct? Right? Idea ഇതുകൊണ്ടാണ് ഇതിൽ ഒരു കുറച്ചൊരു കോൺവല്യൂട്ടഡ് ആൻഡ് ഡിഫിക്കൽട്ട്. നമ്മൾ ഇനി ശ്ലോകങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നിന്നാൽ ശ്ലോകങ്ങളിൽ കൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും തോന്നുന്നു. സോ ഒരു ഫീൽഡിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ the subject gathers itself a special status depending on the nature of the field. പക്ഷേ pure consciousness that perceives the world of plurality, നമ്മൾ ഈ കാണുന്ന ദ്വന്ദ്ങ്ങളുടെ ലോകം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നന്നായി ഉറങ്ങിയപ്പോ എൻ്റെ ശരീര മനോബുദ്ധി അഹങ്കാരങ്ങൾ ഒന്നും വർക്ക് ചെയ്യാത്ത നന്നായി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങി എഴുന്നേറ്റപ്പോ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് എന്നെ അറിയിച്ച അത് വാച്ച് ചെയ്യുന്ന കോൺഷ്യസ്നസ്, റൈറ്റ്?
which is always there at all times, is now conditioned by the field. Driving എന്നുള്ള പ്യുവർ നോളജ് എന്നുള്ള ആ അറിവ് ഡ്രൈവിംഗ് എന്നുള്ള ഫീൽഡ് കൊണ്ട് കണ്ടീഷൻ ചെയ്തപ്പോ ഞാനൊരു ഡ്രൈവറായി. Does it make sense? യഥാർത്ഥ ജ്ഞാനം വിച്ച് ഇസ് there everywhere always ഒരു ഫീൽഡ് കൊണ്ട് കണ്ടീഷൻ ചെയ്തപ്പോ ഡ്രൈവർ എന്ന ഡ്രൈവിംഗ് അറിയുന്ന ഒരു എൻറ്റിറ്റി ആയി ഞാൻ. Right? So Jiva is the knower of the field. Driver is the knower of driving. Kshetram is the field. The knower of that field is the kshetrajna. പക്ഷേ ഈ എല്ലാ ഈ പല ക്ഷേത്രങ്ങളും ക്ഷേത്രജ്ഞന്മാരും ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ എൻവലപ്പ് ചെയ്യുന്ന ഒരു മഹാക്ഷേത്രജ്ഞൻ ഉണ്ടെങ്കിൽ വാട്ട് ആർ ഹിസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്? അതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നിർഗുണ ബ്രഹ്മം എന്നുള്ള ഐഡിയയിൽ തന്നെയാണ്. അപ്പൊ ഭക്തിയോഗത്തിന്റെ അവസാനം, ഭക്തിയോഗത്തിൽ ഭഗവാൻ അങ്ങനെ ഒരു കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഭക്തിയോഗത്തിൽ ഭഗവാൻ പറഞ്ഞു നിർത്തിയത് സഗുണ ബ്രഹ്മനാണോ നിർഗുണ ബ്രഹ്മനാണോ ഏറ്റവും നല്ലത് എന്ന് അർജുനൻ ചോദിച്ചതിന് പറഞ്ഞത് കഷ്ടമാണ് നിർഗുണ ബ്രഹ്മത്തിലേക്ക് എത്താൻ, പക്ഷെ സഗുണ രൂപത്തിലൂടെ നീ അവസാനം ഈ ക്വാളിഫിക്കേഷൻസ്, ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ക്വാളിഫിക്കേഷൻസ് ഒക്കെ നീ നിന്നിലേക്ക് സ്വാംശീകരിക്കുമ്പോൾ നീ എത്തുന്നത് ആ നിർഗുണ ബ്രഹ്മം എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ്. ഇനി ഈ ചാപ്റ്ററിൽ അതിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. അപ്പൊ ദേഹിയും ദേഹവും തമ്മിലുള്ള ബന്ധമാണ് ഈ ചാപ്റ്റർ പറയുമ്പോൾ തുടങ്ങുമ്പോൾ പറയുന്നത്. പക്ഷെ അതിനുശേഷം പല അഗൈൻ 13 ക്വാളിറ്റീസ് പറയും എങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് തുടക്കം നോക്കാം. അപ്പൊ 13ാമത്തെ അധ്യായമാണ് ക്ഷേത്രജ്ഞ വിഭാഗയോഗം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 അധ്യായത്തിലും ആദ്യത്തെ 6 അധ്യായത്തിൽ ജീവാത്മാവിനെ കുറിച്ച്, പിന്നത്തെ 6 അധ്യായത്തിൽ പരമാത്മാവിനെ കുറിച്ച്. ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ള, ഇത് രണ്ടിലും ഞാൻ ലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ആയിട്ടൊരു പരമാത്മാവും ലിമിറ്റഡ് ആയിട്ടുള്ള ഞാനും, എങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള പരമാത്മാവ് ലിമിറ്റഡ് ആയിട്ടുള്ള ഞാനാണ് എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുക എന്നുള്ള കണക്ഷനാണ്. തൗ ആർട്ട് ദാറ്റ്. തൗ ആദ്യത്തെ 6 ചാപ്റ്റർ, ദാറ്റ് പിന്നത്തെ 6 ചാപ്റ്റർ, ആർട്ട് ഹൗ ആർ യു ദാറ്റ് എന്നുള്ളതാണ് ഇത് ഈ ചാപ്റ്റർ. അപ്പൊ ഒരു സിമ്പിൾ വേ ഓഫ് തിങ്കിങ് ഇസ്, ഞാൻ എന്ന ലിമിറ്റഡ് എൻറ്റിറ്റി കടലിലെ തിരമാലയാണ്, പരമാത്മാവ് കടലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ ദ ഹോൾ എസെൻസ് ഓഫ് എവറിത്തിങ് ബ്രഹ്മൻ എന്നുള്ളത് ഈ ഓഷ്യൻ തന്നെയാണ്. അപ്പൊ അതിന് വേറൊരു ചെറിയ ഒരു ഡിസ്റ്റിങ്ഷൻ കൂടെ നോക്കിയാൽ, ഇപ്പൊ നമ്മള് ഈശ്വരൻ എന്നുള്ള ഐഡിയ, അത് വേദാന്തത്തിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നതാണ്. ഈ ജഗതീശ്വരൻ എന്നുള്ള ഐഡിയ ബ്രഹ്മൻ എന്നുള്ള ആട്രിബ്യൂട്ട്ലെസ് ഇൻഫിനിറ്റ്, കടലിന്റെ കാര്യത്തിലാണെങ്കിൽ വെള്ളം എന്നുള്ള ലിമിറ്റ്ലെസ് സാധനം ബൈ ഇറ്റ് സെൽഫ് ആട്രിബ്യൂട്ട്ലെസ് ആണ്. സൈസ് ഇല്ല, ഷേപ്പ് ഇല്ല, ആക്ടിവിറ്റി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സാധനം കനോട്ട് ഫങ്ഷൻ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡൂയിങ് എനിത്തിങ്. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും ബാക്കി ഇത് കൺട്രോൾ ചെയ്യുന്ന ചക്രങ്ങളും ഒക്കെ നടക്കാൻ ബ്രഹ്മന്റെ തൊട്ട് താഴെ, ഒക്കെ വെരി റിലേറ്റീവ് ആണ്, താഴെ ഒരു കുറച്ച് ആട്രിബ്യൂട്ട്സ് കൊടുത്ത് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഈശ്വരനെ വെച്ചു. ആ ജഗതീശ്വരൻ എല്ലാം ചെയ്യുന്നു. ഇപ്പൊ ഭഗവാൻ വിശ്വരൂപ ദർശനത്തിലും കാണിച്ചതല്ലേ, എല്ലാം എന്നിലേക്ക് വരുന്നു, എല്ലാം എന്നിൽ നിന്ന് പുറപ്പെടുന്നു, എല്ലാം എന്നിൽ ഉൾപ്പെടുന്നു. അപ്പൊ സംതിങ് ദാറ്റ് എൻകംപോസസ് എവറിത്തിങ് ആസ് എ കൺട്രോളർ, ഒരു ഈശ്വരൻ എന്നുള്ള ഐഡിയ വെച്ചു. യഥാർത്ഥത്തില് ബ്രഹ്മൻ എന്നുള്ള ഐഡിയയിലൂടെ കൺട്രോളും ഇല്ല, നോൺ കൺട്രോളും ഇല്ല, ഒന്നുമില്ല, ഇതൊന്നും ചെയ്യുന്നത്. ദാറ്റ്സ് എ സബ്സ്ട്രേറ്റം ഓൺ വിച്ച് എവറി അതർ ഡ്രാമ ആക്ട്സ്. നമ്മൾ പണ്ട് പറഞ്ഞ മാതിരി ഒരു സ്റ്റേജില് കലാകാരന്മാര് വരുന്നു, ഡാൻസ് കളിക്കുന്നു, കാണിയായ ആൾക്കാരിരുന്ന് കാണുന്നു ആ സ്റ്റേജിലുള്ള ഡാൻസ്, ഇവരെ കണ്ട് ആനന്ദിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ വികാരം ഉണ്ടാവുന്നു ഇത് കണ്ടിട്ട്. ഈ കണ്ടിട്ട് ഓരോരുത്തർ അവരുടെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു.
വീട്ടിൽ പോയി അത് കണ്ട് മറ്റുള്ളവരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നു, ആ കഥയെക്കുറിച്ച് സ്വയം വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ ചെയ്തതൊക്കെ നടന്നത് ആ സ്റ്റേജിലുള്ള ഒരു ബൾബ് കത്തുന്നത് കൊണ്ടാണ് എന്നാരും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ. റൈറ്റ്? ആ വെളിച്ചം, സ്റ്റേജിലേക്ക് കൊടുക്കുന്ന വെളിച്ചം ഇല്ലെങ്കിൽ ഇതെന്തെങ്കിലും നടന്നിട്ടുണ്ടാവോ? റൈറ്റ്? അപ്പൊ പക്ഷെ നമ്മൾ ആ വെളിച്ചത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരും അല്ല, നമ്മൾ ചിന്തിക്കുന്നില്ല, ബിക്കോസ് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ്. റൈറ്റ്? അപ്പം ആ സ്റ്റേജില് നാടകം നടന്നു, നാടകത്തിന് അഭിനേതാക്കൾ അഭിനയിച്ചു, ഞാൻ അഭിനയിച്ചതിനെ കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞു, ഞാൻ സ്വന്തം കഥകൾ ഉണ്ടാക്കി. ദി എൻറ്റയർ ഇക്കോസിസ്റ്റം അറൌണ്ട് ദാറ്റ് പ്ലേ, even from the time that the play started, even from the time that people started walking into that auditorium, അതിനുശേഷം എത്രയോ സമയത്തോളം whenever that play stays in your mind, ആ വെളിച്ചമല്ലേ ഇതിന് മുഴുവൻ കാരണം? ആ സ്റ്റേജിൽ ഉണ്ടായിരുന്ന വെളിച്ചമല്ലേ ഇതിന് മുഴുവൻ കാരണം? അത് that light through which everything shines. വേറെ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി. എത്രയോ ബൾബുകളിൽ കൂടെ വെളിച്ചമായിട്ടും, എത്രയോ ഫാനുകളിൽ കൂടെ കാറ്റായിട്ടും, എത്രയോ റേഡിയോകളിൽ കൂടെ പാട്ടായിട്ടും ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. റൈറ്റ്? അതിന് ആട്രിബ്യൂട്ട് ഒന്നുമില്ല. പക്ഷെ കണ്ടീഷൻഡ് ബൈ ദി എക്യുപ്മെന്റ്, കണ്ടീഷൻഡ് ബൈ ദ ക്ഷേത്രം, ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ എ സർട്ടൻ വേ. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ മനസ്സിലാക്കലാണ്. അതുകൊണ്ട് ഇത് വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ച ഇത് വളരെ നല്ല, ഏറ്റവും കൂടുതൽ മെഡിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഉണർവ് നൽകാൻ പറ്റുന്ന ചാപ്റ്റർ ആണെന്നാണ് പറയുന്നത്. സോ വിൽ ഗോ ഇൻടു ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തത്വിദാഃ. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം കൗന്ദേയ, കുന്തിയുടെ പുത്ര, ഈ ശരീരം ക്ഷേത്രം എന്ന് പറയുന്നു. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ രണ്ടാമത്തെ ശ്ലോകം, എന്റെ ഭഗവത്ഗീത ബുക്കില് ഞാൻ പറഞ്ഞ പോലെ പഴയ പുസ്തകത്തിലാണ് എന്റെ ശ്ലോകങ്ങള്. അത് കാരണം ഞാൻ അത് തെറ്റി വായിച്ചു, സോറി. അർജുന്റെ ചോദ്യം നമ്മൾ മിസ് ചെയ്തു. കാരണം ഇത് ഭഗവാൻ ഉത്തരം പറയുന്നതായി നമ്മൾ കോണ്ടെക്സ്റ്റിലേക്ക് വന്നിട്ടില്ല. റൈറ്റ്? ഞാൻ പറഞ്ഞില്ലേ 701 ശ്ലോകം ഉണ്ടെന്ന്. 701 ശ്ലോകം ഞാൻ മിസ് ചെയ്തു. അത് ചെയ്യാൻ നമുക്ക്. അർജുനന്റെ ചോദ്യമാണ്, എന്നിട്ടാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അപ്പൊ ചോദിക്കുന്നുണ്ട്, പ്രകൃതിം പുരുഷം ചൈവ, പ്രകൃതി ആൻഡ് പുരുഷ, ക്ഷേത്ര ക്ഷേത്രജ്ഞ, ക്ഷേത്രം ആൻഡ് ക്ഷേത്രജ്ഞ, ഏതദ്യോ വേദിതും ഇച്ഛാമി, ഇതിനെക്കുറിച്ച്, ഈ രണ്ടിനെ കുറിച്ചും അറിയാൻ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച്, ഈ വ്യത്യാസങ്ങൾ അറിയാൻ, ഇച്ഛാമി, എനിക്ക് ആഗ്രഹമുണ്ട്, ജ്ഞാനം ജ്ഞേയം, പിന്നെ എനിക്ക് എന്താ ആഗ്രഹം? ജ്ഞാനം ജ്ഞേയം, അറിഞ്ഞതും, ജ്ഞാനം അറിവും, ജ്ഞേയം അറിയേണ്ടതും എന്താണ് എന്നും എനിക്കറിയണം. അപ്പൊ പ്രകൃതിയെക്കുറിച്ച് അറിയണം, പുരുഷനെ കുറിച്ച് അറിയണം, ക്ഷേത്രത്തെക്കുറിച്ചറിയണം, ക്ഷേത്രജ്ഞനെ കുറിച്ചറിയണം, ജ്ഞാനത്തെക്കുറിച്ചറിയണം, ജ്ഞേയത്തെക്കുറിച്ചറിയണം. 3 പെയേഴ്സ് ആണ്, 3 കണക്ടേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രകൃതി, പുരുഷൻ. അപ്പം ഇതിനൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ചോദ്യം കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതിന് പ്രകൃതിയെയും പുരുഷനെയും പറ്റി 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ജ്ഞാനവിജ്ഞാന യോഗത്തില് പ്രകൃതിയെയും പുരുഷനെയും കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ, നമ്മൾ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. പ്രകൃതി എന്താണ്? നിനക്ക് പറഞ്ഞുതരാം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്വിത്തി സിദ്ധയെ യഥാം അഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വ. നിനക്ക് ആ തത്വങ്ങള്, പല സഹസ്രമായ പുരുഷങ്ങളുടെ തത്വം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇധീയമ്മേം ഭിന്ന പ്രകൃതിരഷ്ടത. അഷ്ടപ്രകൃതി പറഞ്ഞു. അപരേയമിതസ്തന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. അത്
പരാപ്രകൃതി അപരാപ്രകൃതി, റൈറ്റ്? ഓർമ്മയുണ്ടോ നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്? അപരാപ്രകൃതി ലോവർ, പരാപ്രകൃതി ഹയർ. ഈ 2 നേച്ചറാണ്. അതിനുശേഷമാണ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ 7ാമത്തെ അധ്യായത്തിൽ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ ഞാൻ എന്നുള്ളത്, ബ്രഹ്മൻ അല്ലെങ്കിൽ ആത്മൻ എന്നുള്ളതിന് ഞാൻ എന്ന് പറയാൻ തുടങ്ങിയത്. ഇവിടെ പറഞ്ഞതിന് ശേഷമാണ് ഏതദ്യോനീനി ഭൂതാനി സർവാണിത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തദാ മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. അപ്പൊ 7ാമത്തെ അധ്യായത്തിൽ ഇപ്പൊ അവിടുന്ന് മുതലാണ് നിനക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് ഞാൻ എന്നുള്ള ഐഡിയ ഭഗവാൻ പറഞ്ഞത്. അതായത് ജീവാത്മാവായ നിനക്ക് മനസ്സിലാവാൻ വേണ്ടി പരമാത്മാവായ ഞാൻ എന്നുള്ള ഐഡിയ യോഗേശ്വരനായ കൃഷ്ണൻ പറഞ്ഞത് ഇവിടെ മുതലാണ്. അപ്പൊ പ്രകൃതിം പുരുഷം എന്നുള്ളതിന് ഇവിടെ ക്ലിയർ ആയിട്ട് ഇനി പറയണില്ല, ബട്ട് കണക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രകൃതി ആൻഡ് പുരുഷൻ എന്നുള്ളതിന് പ്രകൃതി പറഞ്ഞു ഭൂമി, ആപം വെള്ളം, അനലം അഗ്നി, വായു കാറ്റ്, ഖം സ്പേസ്. അപ്പൊ പഞ്ചഭൂതങ്ങളായി ഭൂമി രാപോ നലോ വായു ഖം. പഞ്ചഭൂതങ്ങള് ഭൂമി രാപോ നലോ വായു ഖം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചേർന്നതാണ് ലോവർ പ്രകൃതി, അപരാപ്രകൃതി. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് പരാപ്രകൃതി. അതാണ് എൻ്റെ ഹയ്യർ നേച്ചർ. ജീവഭൂതാം മഹാബാഹോ ദാര്യതേ യേദം ജഗത്. ജഗത് എന്നുള്ളത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്. അതിനെ ഏതം ധാര്യത, അതിനെ നിലനിർത്തുന്നത് എന്തോ ജീവഭൂതാം മഹാബാഹോ. അവിടെ ജീവഭൂതാം എന്ന് പറയുമ്പം എല്ലാ ജീവങ്ങളുടെയും ആത്മാവ്, എല്ലാ ജീവങ്ങളുടെയും കൺട്രോളർ എന്നുള്ള അർത്ഥത്തിൽ എന്റെ പരാപ്രകൃതി അതാണ്. അപ്പൊ ഈ പ്രകൃതിയെയും പുരുഷനെയും കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈസ് നോട്ട് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഇവിടെ പ്രകൃതി സാഖ്യത്തിൽ ഉള്ളതാണ്. നമ്മൾ നേരത്തെ സാഖ്യത്തിൽ പറഞ്ഞു പ്രകൃതി പുരുഷൻ എന്നുള്ളത് സാഖ്യയോഗത്തിലുള്ള വ്യത്യാസങ്ങളാണ്. ആ ഒരു ഐഡിയ നമുക്കറിയാം, നമ്മൾ ഇനിയും വരും അത്. സോ പ്രകൃതി പുരുഷൻ അതവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താ അറിയേണ്ടത്? ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ. അപ്പൊ നമ്മൾ നേരത്തെ വാക്യാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷയിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം. ആ ക്ഷയിക്കുന്നത് എന്തോ അത് അറിയുന്നവൻ, റൈറ്റ്? ക്ഷയിക്കുന്നത് അറിയുന്നത് എന്ന് പറയുമ്പോൾ വെറുതെ അറിയുക മാത്രമല്ല, അതിന്റെ മേലെ സ്വേ ഉള്ളത്, അതിന്റെ മേലെ കൺട്രോൾ ഉള്ളത്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് അറിയുന്നവൻ മാത്രമല്ല, വാഹനത്തിന്റെ മുകളിൽ കൺട്രോൾ ഉള്ളവനും കൂടിയല്ലേ, റൈറ്റ്? വെറുതെ ഡ്രൈവിംഗ് എന്താണെന്ന് അറിഞ്ഞാൽ ഡ്രൈവർ ആവില്ലല്ലോ, വാഹനം കൺട്രോൾ ചെയ്യാൻ അറിയണ്ടേ. അപ്പൊ അതേപോലെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവൻ, ഈ നശിക്കുന്നതിനെ കുറിച്ച് അറിയുന്നവൻ എന്ന് മാത്രമല്ല, ഈ നശിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നവൻ എന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. നശിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുക നാശം ഇല്ലാതാക്കുക എന്നുള്ളതല്ല. കൺട്രോളിങ് ഇസ് ലുക്ക്ഡ് അറ്റ് ഇൻ ഡിഫറെന്റ്. ചിലപ്പം നമ്മൾ പറയില്ലേ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നല്ല പറയേണ്ടത്. കാരണം പരമേശ്വരനെ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ എല്ലാം സംഹരിക്കുന്നവൻ, എല്ലാം അവസാനിപ്പിക്കുന്നവൻ നല്ല കാണിക്കുന്നത്. സൃഷ്ടി സ്ഥിതി ലയം ആണ് ശരി എന്ന് പറയും. കാരണം ഒന്നും സംഹരിക്കപ്പെടുന്നില്ല, എല്ലാം ലയിപ്പിക്കുകയാണ്. ലയിച്ചു കഴിഞ്ഞാലേ അതിൽ നിന്ന് പുതിയത് വരാൻ പറ്റുള്ളൂ. അപ്പൊ സംഹാരമില്ലാതെ അല്ലെങ്കിൽ ലയമില്ലാതെ സൃഷ്ടി ഉണ്ടാവണില്ല. അപ്പൊ നശിക്കുന്ന ഒന്നിനെ കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ അയാൾ നശിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളെന്നല്ല, ഈ നാശത്തിൽ നിന്നാണ്, ഈ ചേഞ്ചിൽ നിന്നാണ് പുതിയത് ഉടലെടുക്കുന്നത് എന്ന് അറിയുന്നതും, ആ ചേഞ്ചിൽ മുഴുവൻ ചേഞ്ച് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാധനവും ഉണ്ട്. സോ ക്ഷേത്രജ്ഞമേവച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അറിയേണ്ടതും അറിവും അറിയേണ്ടതും. എങ്ങനെ അറിയണം എന്നുള്ളത് മെക്കാനിസം ഓഫ് നോളജ്. വെറുതെ അറിഞ്ഞാൽ പോരാ, കാരണം വെറുതെ അറിഞ്ഞാൽ അറിവ് കൊണ്ട് കാര്യമില്ല. ദ മെക്കാനിസം ഓഫ് നോളജ്. കാരണം അതുണ്ടെങ്കിലേ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ട്വീക്ക് ചെയ്ത് നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ മെക്കാനിസം ഓഫ് നോയിങ് ആണ് ജ്ഞാനം ജ്ഞേയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയാണ്, ഇതം ശരീരം കൗന്ദേയ
ക്ഷേത്രമിഥ്യഭിധീയത. വളരെ എളുപ്പമായിട്ട് ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണെന്ന് ചോദിച്ചു. ബട്ട് ഹി സ്റ്റാർട്ട്സ് ഓഫ് ഫ്രം എ ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ. ഹി സേസ് ഇദം ക്ഷേത്രം കൗന്ദേയ, ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിഥ്യഭിധീയത. ഈ ശരീരത്തിനെയാണ് കൗന്ദേയ ക്ഷേത്രം എന്ന് പറയുന്നത്. ഏതത്യോ വേത്തി തം പ്രാഹു, ഏതത് യ വേത്തി, ഇതിനെ, യ വേത്തി യാതൊരുവൻ അറിയുന്നുവോ, വിത്ത് എന്ന് പറഞ്ഞ അറിവാണ്, വേത്തി അറിയുന്നവൻ. സോ ഏതത് യോ വേത്തി, ഇതിനെ, യ ആര്, യാതൊരുവൻ അറിയുന്നുവോ, ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ, അവനെ ക്ഷേത്രജ്ഞൻ എന്ന് അല്ലെങ്കിൽ ആ വിഷയം അറിയുന്നവൻ എന്ന് വിളിക്കുന്നു. ഇനി രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് പോവാം. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു ഇദം ശരീരം കൗന്ദേയ, ഈ ശരീരമാണ് ക്ഷേത്രം. അപ്പൊ നമ്മൾ ശരീരം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഗ്രോസ് ബോഡി, ഇതാണ് എൻ്റെ ശരീരം. പക്ഷെ 3 തരം ശരീരങ്ങളുണ്ട്. റൈറ്റ്? ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ 3 തരമായിട്ട് കാണണം. ഗ്രോസ് ബോഡി, ഇതിനെയാണ് നമ്മൾ സ്ഥൂല ശരീരം എന്ന് പറയുക. ഗ്രോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു, നമുക്ക് തൊടാൻ പറ്റുന്നു, നമുക്ക് അറിയാൻ പറ്റുന്നു, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു, ചൂടും തണുപ്പും മുതലായ പ്രകൃതിയിലുള്ള എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസിലുള്ള ദ്വന്ദ്വങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അത് ആണ് സ്ഥൂല ശരീരം, ദ ഗ്രോസ് ബോഡി, which is what is manifested. ഇനി ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഈ ഗ്രോസ് ബോഡിയുടെ ഉള്ളില് ഈ തോട്ട്സും മനോമയ കോശം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ അഹങ്കാരം, ഇതൊക്കെ is one level inside, അത് ഈ സൂക്ഷ്മ ശരീരം. സോ നമ്മള് ഉറങ്ങുമ്പോ നമ്മുടെ സ്ഥൂല ശരീരം ഉറങ്ങുന്നു, ഫങ്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ സൂക്ഷ്മ ശരീരം, ഡ്രീമില് ഇറ്റ്സ് യുവർ സൂക്ഷ്മ ശരീരം, യുവർ മൈൻഡ് ദാറ്റ് ഈസ് പ്രൊജക്ടിങ് ഔട്ട് ഇൻ യുവർ ഡ്രീം, റൈറ്റ്? സോ സൂക്ഷ്മ ശരീരം, അതാണ് സൂക്ഷ്മ ശരീരം. ഇനി ഇത് രണ്ടിന്റെയും അടിസ്ഥാനമായിട്ട് കാരണ ശരീരം, കോസൽ ബോഡി ഉണ്ട്. കോസൽ ബോഡിയാണ് വാസനാസിന്റെയും അജ്ഞാനത്തിന്റെയും സീറ്റ്. വാസനാസ്, നമ്മളൊക്കെ വാട്ട് എവർ വി ഡു ആർ പ്രൊപ്പൽഡ് ബൈ വാസനാസ്. നമ്മൾ നേരത്തെ 3ാമത്തെ അധ്യായം തൊട്ട് പറഞ്ഞിട്ടില്ലേ, റൈറ്റ്? നമ്മളെ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വാസനാസ് ബിൽഡപ്പ് ചെയ്ത് ആ സൈക്കിൾ കൊണ്ടാണ് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. സോ ദർ ഇസ് എ സർട്ടൻ വാസന ഇൻ ഓൾ ഓഫ് us, ആൻഡ് ദ ഹോൾ പർപ്പസ് ഓഫ് വേദാന്ത സ്റ്റഡി ഈസ് എലിമിനേഷൻ ഓഫ് ദോസ് വാസനാസ്. അപ്പം അങ്ങനെ വാസനാസ് ഒന്നുമില്ലാതെ കാരണ ശരീരത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ലാതെ വരുമ്പോഴാണ് ജീവൻ മുക്തി. ഇനി ഒരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ശരീരബോധം ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അപ്പൊ സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. ഇവിടെ ഇതം ശരീരം എന്ന് പറയുമ്പോൾ ഈ 3 ശരീരങ്ങളെയൊക്കെ പറയുന്നത്. കാരണം 7ാമത്തെ അധ്യായത്തിൽ പ്രകൃതി വസ് ഭൂമി രാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. അഹങ്കാരം വരെ, നമ്മുടെ അജ്ഞാനം വരെ ഉള്ള layers of our body അതിൽ ഉൾപ്പെട്ടു in the lower പ്രകൃതി. അതുകൊണ്ട് ക്ഷേത്രം, the field of activity is considered ഈ എല്ലാ സാധനങ്ങളും, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും. ഇനി നമ്മള് ഫീൽഡ് എന്നുള്ള ലിറ്ററൽ മീനിങ്ങിൽ നോക്കിയാല് നമ്മുടെ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി, ശരീരം കൊണ്ട് നമ്മൾ കുറെ ആക്ടിവിറ്റികൾ ചെയ്യണില്ലേ? ശരീരം നമ്മുടെ ഫീൽഡായിട്ട് നമ്മൾ കുറെ ആക്ടിവിറ്റികൾ ചെയ്യുന്നില്ലേ? മനസ്സ് ഫീൽഡായിട്ട് നമ്മൾ എത്ര ആക്ടിവിറ്റികൾ ചെയ്യുന്നു? എല്ലാ വ്യാപാരങ്ങളും മനസ്സിന്നല്ലേ തുടങ്ങണം. സോ മൈൻഡ് ഈസ് ഓൾസോ എ ക്ഷേത്രം. മനസ്സൊരു ക്ഷേത്രമാണ്. മനസ്സിൽ ആണ് എല്ലാ തോന്നലുകളും ഉണ്ടാവുന്നത്, മനസ്സിലാണ്. ഇനി ബുദ്ധി എന്നുള്ളത് മനസ്സിന്റെ ഒരു, അല്ലെങ്കിൽ ബുദ്ധി ചിത്തം എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ അല്ലെങ്കിൽ ഓർമ്മകളുടെ സ്റ്റോർ ഹൗസ്. അതും ഒരു ഫീൽഡ് അല്ലേ? നമ്മൾ ബുദ്ധിയിലും ചിത്തത്തിലും എത്രയോ നമ്മൾ ആക്ടിവിറ്റികൾ ചെയ്യുന്നില്ലേ? ഇനി മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ ഞാനാണ് കർത്താവ് എന്നുള്ള അഹങ്കാരത്തിലല്ലേ നമ്മൾ ചെയ്യുന്നത്? ആ അഹങ്കാരം വരുന്നത് എന്താണ് യഥാർത്ഥം എന്നറിയാതുള്ള അജ്ഞാനത്തിൽ നിന്നല്ലേ, അവിദ്യയിൽ നിന്നല്ലേ? അതുകൊണ്ട് അതും നമ്മുടെ ഫീൽഡ് അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഈ ശരീരം എന്ന് പറയുമ്പോൾ അറ്റ് എവറി ലെവൽ, ഹൗഎവർ യു ആർ ആക്ടിങ്, ഒന്നാമത് ഏറ്റവും സട്ടിൽ ലെവലില്
ആക്ഷൻസ് ആർ ഓൾ ഫ്രം അജ്ഞാനം. അത് കാരണമാണ് ജ്ഞാനം വന്നവൻ ആക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ 4-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും ജ്ഞാന കർമ്മസന്യാസ യോഗം, ജ്ഞാനം വന്ന് കർമ്മസന്യാസമായി, അവന് പിന്നെ ആക്ഷൻസ് ഇല്ല. ആക്ഷൻസ് ആർ ജസ്റ്റ് ഫ്ലോയിങ് ത്രൂ ഹിം. ഹി ഡസന്റ് റിലേറ്റ് ഹിംസെൽഫ് വിത്ത് ദ ഫീൽഡ് ബിക്കോസ് ഹി നോസ് ദ ഫീൽഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയാസിനെ ഒക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാണ് ഇവിടെ. അപ്പം ഏതത്യോ വേദിതം പ്രാഹു, ഹി ഹു നോസ് ദിസ് is called the knower of the field, and the body is called the field. Idam shariram, body ennalla, body and the equipments associated with body, whatever you identify as the equipments with which you function, adana shariram. Appo electricity ഫാനിൽ കൂടെ പോയില്ലെങ്കിൽ കാറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിനിൽ കൂടെ പോയില്ലെങ്കിൽ സ്റ്റീം ആവില്ല. So, layers through which life is expressed is called the field. Different layers through which life is expressed. ശരീരത്തിൽ കൂടെ I express my life. എൻ്റെ ചിന്തകളിൽ കൂടെ I express my consciousness. ബുദ്ധിയിൽ കൂടെ I express my consciousness. എൻ്റെ അഹങ്കാരത്തിൽ കൂടെ I express the idea that I exist. ഈ layers through which things go out is called ക്ഷേത്രം. അത് അറിയുന്നവൻ, he who knows the field is called the knower of the field. ഈ knower എന്ന് പറയുമ്പം നമ്മള് എന്ത് ഉള്ളപ്പോഴാണ് നമുക്ക് ഫീൽഡിനെ കുറിച്ച് അറിയുക. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ശരീരം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ജീവചൈതന്യം ശരീരത്തിൽ നിന്ന് പോയാൽ, മരണം എന്നുള്ള നമ്മളിപ്പോ പറയുന്ന അവസ്ഥ വന്നാൽ, പിന്നെ നമ്മൾ എന്തെങ്കിലും അറിയോ? നമ്മുടെ ഇപ്പോഴത്തെ ഐഡിയ അറിയില്ല എന്നാണ്. അറിയോ നമുക്ക് അറിയില്ല. പക്ഷെ ഫ്രം വാട്ട് എവർ വി നോ, ചൈതന്യം പോയാൽ യു വിൽ നോ നത്തിങ്, റൈറ്റ്? Therefore the knower of the field is essentially the consciousness that knows it. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. And ആർക്കാ? ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഇത് പറയുന്നത് ആരാ? ഇതാണ് ക്ഷേത്രം. ഭഗവാൻ വളരെ സ്മാർട്ടായിട്ട് പറയുന്നത്, ഞാൻ പറയണതല്ല ഇത്. ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് അറിയുന്നവരാണ്. അപ്പൊ നീ എന്നെ ഇപ്പൊ ഒരു അതോറിറ്റി ആയിട്ട് എടുത്തില്ലെങ്കിലും വിരോധമില്ല. Who knows the field is a ക്ഷേത്രജ്ഞ. This was told by who knew the field. ഇത് അറിയുന്നവര് പറഞ്ഞു, ഇതാണ് ക്ഷേത്രം. The entire world of objects constitutes a kingdom of matter, and the knower of the world of matter, constituted by the equipments and their perceptions, constitute the knower. So entire world of experiences is the field. Entire world of experiences at bodily, mental, intellectual, and at the ego level, and at the level of ajnana. That entire field of experience is matter. കാരണം എന്ത് ചേഞ്ച് ചെയ്യുന്നു അതൊക്കെ മാറ്റർ ആണ്. അപ്പൊ എൻ്റെ മനസ്സിലൊരു ചിന്ത is also matter. It is not so spirit. It is still matter because it changes. എൻ്റെ ബുദ്ധിയിലുള്ള ഒരു thought, matter, it changes. എൻ്റെ ego keeps on changing with my identification from one thing to the other. Changes, matter. എല്ലാം എന്ത് ചേഞ്ച് ചെയ്യുന്നുവോ അതൊക്കെ മാറ്റർ ആണ്. അതൊക്കെ ക്ഷേത്രത്തിൽ പെട്ടതാണ്, ഫീൽഡിൽ പെട്ടതാണ്. And then what that doesn't change, and from that constant standpoint that who knows all of those is the knower of the field. ഇതാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ബാക്കി നാളെ നോക്കാം. This is the initial starting idea for this chapter. Bhai. ശരിയാണ്, ശരി ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് അല്ല, നമ്മൾ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ പുതിയൊരു കോൺസെപ്റ്റും ഒക്കെയാണ്. വെറുതെ ക്ഷേത്രം എന്താണ്, ക്ഷേത്രത്തിന് എന്താണ്, പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ്, ഓരോ ലൈനിൽ ഡിഫൈൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. But the teacher knows how to define it and what you should know എന്നുള്ളത്.
നമ്മുടെ ലിമിറ്റ്, ഇത് മുഴുവൻ വേറൊരു കാര്യം നമ്മുടെ ലിമിറ്റേഷൻസ് കൊണ്ടാണ്, റൈറ്റ്? ഇതൊക്കെ പറയാൻ എത്രയോ ലെയർ ഓഫ് ലിമിറ്റേഷൻസ്, അത് ആലോചിച്ച് നോക്കൂ. ഒരു ക്ഷേത്രമാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ലിമിറ്റേഷൻസ് ആലോചിച്ച് നോക്കൂ. ഇതൊന്ന്, ഈ ജ്ഞാനം, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് എക്സ്പീരിയൻഷ്യൽ, പറയാൻ പറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞു, റൈറ്റ്? യത് വാചാന അഭ്യുദതേ, കേനോപനിഷത്തിൽ പറഞ്ഞു വാക്കുകൾ എത്താത്തിടമാണ് ഇതാണ്. ആ വാക്കുകൾ എത്താത്തിടത്തിനെ വാക്കുകൾ കൊണ്ട് പറയാൻ നോക്കണം. അത് ആരാ വാക്കുകൾ കൊണ്ട് പറയാൻ നോക്കുന്നത്? ഇത് ബ്രഹ്മജ്ഞാനം ഉണ്ടായ ആൾക്കാരല്ല പറയാൻ നോക്കുന്നത്, ഇത് ഉണ്ടായി എന്ന് ആരോ പറഞ്ഞ് കേട്ടവര്. സോ ദിസ് ഇസ് സെക്കൻഡ് ഹാൻഡ്, തേർഡ് ഹാൻഡ്, nth ഹാൻഡ് നോളജ് ആണിത്, റൈറ്റ്? അതിൽ എത്ര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. ഒന്നാമത് വാക്കുകളേ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് വെറും വാക്കുകളാക്കി മാറ്റുകയാണ് നമ്മൾ ഇതിനെ, റൈറ്റ്? സോ ഇഫക്റ്റീവ്ലി ദിസ് ഇസ് എ ഫ്യൂട്ടൈൽ എക്സസൈസ്. പക്ഷേ വേറൊന്നും വഴിയില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കുന്നവന് എച്ചിലും അന്നം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒന്നും വേറെ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി വിശപ്പ് മാറിയാ കുറച്ചു ദൂരം കൂടെ നടന്ന് നല്ലത് കിട്ടുമോ എന്ന് അന്വേഷിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യണം. ഈ ഡ്രൈവറിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമുക്ക് കുറെ ആട്രിബ്യൂട്ട്സ് സമൂഹമോ അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ആൾക്കാരും ഒക്കെ വെച്ച് നൽകുന്നുണ്ട്. അപ്പൊ ആ പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് ആക്ഷനിലാണ് ആ ആട്രിബ്യൂട്ട് വരുന്നുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്നിട്ട് ഇപ്പോ ഒരു മകള് വന്നിട്ട് അച്ഛൻ എന്ന് പറയുമ്പോ ഞാൻ അച്ഛൻ തന്നെയാണോ? ആർക്കാണ് അച്ഛൻ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? അങ്ങനെ കുറെ ഒരു കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷെ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അതാണ് ഈ നോളജ്, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നോളജും അല്ലെങ്കിൽ ആ ഒരു അറിവും, പിന്നെ നമ്മള് ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമ്മളിപ്പോ പറഞ്ഞ ഡ്രൈവറിന്റെ എക്സാമ്പിളിലൂടെ പറഞ്ഞ അങ്ങനെ അതുകൊണ്ടാണ് ഇത്തിരിയെങ്കിലും മനസ്സിലായത് ആ ഒരു കൺസെപ്റ്റ്. ബാക്കിയുള്ള ആൾക്കാർ പറയണമെന്ന് നോക്കട്ടെ. ഇപ്പൊ ശ്രീരാമകൃഷ്ണനൊക്കെ മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവുകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഐഡിയ എന്നുള്ളതിലേക്ക് ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ നമ്മളുടെ പല റോളുകളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളിപ്പോ ഒരു നാടകം അഭിനയിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം രാജാവാണെങ്കിൽ അടുത്ത ദിവസം യാചകനായിരിക്കും, അടുത്ത ദിവസം വേറൊരു വേഷമായിരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതൊന്നും അല്ല എന്നുള്ളൊരു ബോധ്യമുണ്ട്. ഞാൻ രാജാവും അല്ല, യാചകനും അല്ല, ഒന്നും അല്ല എന്നുള്ളത്. അത് നമുക്ക് നമ്മളിലേക്ക് നമ്മുടെ റോളുകളിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോളുകളൊക്കെ നമുക്ക് റിയലാണ്. നമ്മൾ അച്ഛനായാലും മകനായാലും ഇതൊക്കെ റിയലാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായാലും അധ്യാപകനായാലും ഇതൊക്കെ റിയലാണ്. അവിടെയും ഈ നാടകത്തിൽ ഉള്ള ആ അത്രയും തന്നെ അസ്തിത്വമേ ഇതിലേക്ക് ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ ആ ഒരു ഉയർന്ന തലത്തിൽ നമുക്ക് എപ്പോ കാണാൻ പറ്റുന്നോ അവിടെ നമുക്ക് ഈ അറിവ് ആദ്യം അറിയാനുള്ള ഒരു അനുഭവത്തിന്റെ ആദ്യ സ്ഫുരണം അവിടെ കൊണ്ടുവരാൻ പറ്റുകയാണ്. അത് ഉള്ളൊരു ഇത് എന്താ വെച്ചാല് നമ്മള് എത്ര ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇത് ബൗദ്ധികമായിട്ട് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ പറ്റും അങ്ങനെ ആവാൻ. പക്ഷെ അങ്ങനെ പറ്റാത്ത ചില സന്ദർഭങ്ങളും വരും. എല്ലാ കാര്യത്തിലും നമുക്കൊന്നും കഴിയില്ല ഈ പറയുന്ന ഒന്നും. അങ്ങനെ വരുമ്പോൾ നമ്മളതിൽ നിരാശപ്പെടാതെ എന്നാണ് എല്ലാവരും പറയുന്നത്, നിരാശപ്പെടാതെ ഇതിനെ വീണ്ടും ആവർത്തിച്ച് നമ്മളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതൊരിക്കലും ഒരു തിരിച്ചുപോക്കില്ല, നമ്മൾ നഷ്ടമില്ല ആയാലും. അങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ നമ്മളിൽ കുറേശ്ശെ വരും എന്നാണ് തോന്നുന്നത് പറയാൻ. അതിന് പലപ്പോഴും ഈ അധ്യായത്തില് ഇപ്പൊ ഇവിടുന്ന് ജ്ഞാനയോഗം എവിടെയാണല്ലോ തുടങ്ങുന്നത്. ശരിക്കും ഇതുവരെ നമ്മൾ ജ്ഞാനയോഗം എന്നുള്ള നമ്മൾ നേരത്തെ 7-ാമത്തെ 8-ാമത്തെയും 9-ാമത്തെയും ഒക്കെ ജ്ഞാനമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ദ കോർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ടോപ്പിക്കിനെയും എടുത്ത് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഈ ജ്ഞാനത്തിന് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയും. ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഈ ഡീറ്റെയിൽസ് കൊണ്ടാണ് നമ്മുടെ പ്രശ്നമൊക്കെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് സ്വാമി ചിന്മയാനന്ദൻ പറയുന്ന എക്സാമ്പിൾ ആണ്. നയാഗ്ര ഫാൾസ് നിന്ന് വെള്ളം എടുത്ത വെള്ളം ഇസ് വെരി പ്യുവർ, റൈറ്റ്? യു സെഡ് ഓ വാട്ടർ ഇസ് വെരി പ്യുവർ, യു നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ്. പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ 3-4 അരിമണികൾ കണ്ടാലോ, നിങ്ങൾ നയാഗ്ര ഫാൾസ് എടുത്ത വെള്ളമാണ്, വെള്ളത്തിന്റെ അടിയിൽ 3-4 അരിമണികൾ കണ്ടാലോ, സഡൻലി യു ഹാവ് ദ ജ്ഞാന ഓഫ് റൈസ്, യു ഹാവ് ദ ജ്ഞാന ഓഫ് വാട്ടർ. ബട്ട് ദ പ്രോബ്ലം ഈസ് ആര് കൊണ്ടുവന്നിട്ടു ഈ അരി, എവിടെ നിന്ന് വന്നു ഈ അരി, എന്താണ് ഈ അരി,
അരിക്കും അല്ല വെള്ളത്തിനും അല്ല പ്രോബ്ലം, നിങ്ങളെടുത്ത വെസലിനാണ് പ്രോബ്ലം. കാരണം അടിയിൽ വെസലിൽ കുറച്ച് അരിയുള്ളത് കൊണ്ടാണല്ലോ നയാഗ്ര ഫോൾസ് വെള്ളം എടുത്തപ്പോൾ അടിയിൽ അരി കണ്ടത്. പക്ഷേ യുവർ വെസൽ ഹാസ് എ പ്രോബ്ലം, ബട്ട് യു തിങ്ക് വെള്ളത്തിൽ എങ്ങനെ അരി വന്നു. ഇപ്പൊ ജ്ഞാനത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ജ്ഞാനം നമ്മളൊരു ഡയറക്റ്റ് ചെയ്ത വഴിക്ക് പോവും. ആൻഡ് ദെൻ ഇതിനെയാണ് ചിതാഭാസം എന്ന് പറയുക. നമ്മുടെ നമ്മുടെ ഇന്റലക്റ്റിന്റെ ആഭാസമാണിത്, റൈറ്റ്? ഇതിന്റെ ഇന്റലക്റ്റിന്റെ സെൻസ്ലെസ്നെസ് ആണിത്. ആൻഡ് അവിടെയാണ് നമ്മൾ ധാരാളം സ്റ്റക്കായി പോവുക, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് നോളജ്. ഇഫ് സംബഡി ടോൾഡ് യു, നോക്ക് നീ നയാഗ്ര ഫോൾസ് പിടിക്കുന്ന വെള്ളത്തിന്റെ പാത്രത്തിന്റെ അടിയിൽ ഞാൻ ഒരു 5 അരിമണി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നൗ എവറിഥിങ് ക്ലിയർ, റൈറ്റ്? അപ്പം ആ ഒരു ആഭാസത്തിലാണ് നമ്മൾ കിടന്ന അപ്പൊ ചിതാഭാസത്തിൽ നിന്ന് ചിത്തശുദ്ധിയിലേക്കുള്ള യാത്രയാണ് ഇത് മുഴുവൻ. ചിത്തശുദ്ധി എന്ന് പറയുമ്പോൾ വെസൽ ഗെറ്റിംഗ് റെഡി, ഇത് മുഴുവൻ വെസൽ ഗെറ്റിംഗ് റെഡി പ്രോബ്ലം ആണ്. അത് പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ ഈ സ്വപ്നത്തിലെ അനുഭവത്തെ പറ്റി പറയുന്ന പോലെയാണ്. സ്വപ്നത്തിലെ അനുഭവങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനം കിട്ടണമെങ്കിൽ ഉണരുക തന്നെ വേണം. അതെ. എന്നാലേ അതുവരെ സ്വപ്നത്തിനകത്ത് തന്നെ പലപ്പോഴും നമ്മൾ നമ്മുടെ ലോജിക്കൊക്കെ കൊണ്ടുവരാറുണ്ട്. നമുക്കൊരു അനുഭവം തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ദിവസം അവിടെ പോവാന്ന് പറഞ്ഞു, പക്ഷെ അതല്ലാത്തൊന്നും നമുക്ക് ഓർമ്മയിലൊക്കെ വരും ചിലപ്പോൾ ആക്ച്വലി ഉള്ളത്. ഈ സ്വപ്നത്തിൽ തന്നെ ലോജിക്കുകൾ നമ്മൾ ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഇതിന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അനുഭവിച്ചും കൊണ്ടിരിക്കും. പരസ്പരം കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ തന്നെ ഓർമ്മയൊക്കെ വരും, പക്ഷെ എന്നാലും അതിന്റെ അനുഭവം അവിടെ ഉണ്ടാവും. ഇന്ന് പൂർണ്ണമായും മോചിതമാവണം എന്നുണ്ടെങ്കിൽ ഉണരണം. ഉണർന്നാൽ മാത്രമേ സ്വപ്നം പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നുള്ളൂ. നമ്മളൊക്കെ ഉണരാനുള്ള ശ്രമമാണ്. ആരൊക്കെയോ നമ്മളെ കുലുക്കണുണ്ട്, നമ്മളങ്ങോട്ട് ഉണരില്ല എന്ന് നിശ്ചയിച്ച് കിടക്കണുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഉണരണം എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രേരണ വരും. കാരണം നമ്മളൊരു സ്പോർട്സ്മാനെ ആലോചിക്കൂ, റൈറ്റ്? എനിക്ക് നാളെ ഒരു 100 മീറ്റർ ഡാഷ് 10 സെക്കൻഡിൽ ഓടണം എന്നുണ്ടെങ്കിൽ ഇന്ന് പ്രാക്ടീസ് തുടങ്ങി ആവില്ലല്ലോ, റൈറ്റ്? ബട്ട് ഇഫ് ഐ പ്രാക്ടീസ് for consistently for a certain period of time, I'm pretty sure I'll get there, right? This is that process. I'm conditioning myself to think that I can get there. Adan Bhagavan Ajirenadi Gachati, he's giving you the same sports idea. Ajirenadi Gachati, practice either you will get there. Ee jnanam arnya you will get there. Pakshe ariyade orkam nadichu kadannondirna you can sleep. ഈ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റൂ എന്ന് പറയുന്നത്. നമ്മൾ ഉറക്കത്തിലാണെന്നൊരു ബോധ്യമെങ്കിലും, ഞാൻ എപ്പോഴും ഉണർന്നിരിക്കുന്നവരാണെന്ന് അറിയുന്നവന് ഒരിക്കലും പിന്നെ മാറാൻ കഴിയില്ല അതിനകത്ത്. അപ്പം അതുകൊണ്ടാണ് ഈ അധ്യായം എനിക്ക് വളരെ നല്ല, എപ്പോഴും ഇത് ഞാൻ കേട്ട സ്വാമിജിമാരൊക്കെ ദിസ് ഇസ് സ്വാമി ചിന്മയ മിഷൻ ആൾക്കാരാണെന്ന് അധികം കേട്ടിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് വളരെ ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു എന്നുള്ളത് കൊണ്ടും he tells himself that this is one of the most famous chapters of Gita എന്നുള്ളത് കൊണ്ടും ഇവരൊക്കെ ഇത് പല വിധത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ അതിന്റെ the import of it is beyond എന്ന് തോന്നിയിട്ടുണ്ട്. അച്ഛൻ നാരായണൻ അർജുൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അർജുൻ ചോദിച്ചത് ഇതില് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ജ്ഞേയം എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതായിരുന്നു ചോദ്യം. ദിസ് ഇസ് കമ്മിങ് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് 8ാമത്തെ ചാപ്റ്റർ. അക്ഷരബ്രഹ്മത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണത്. അതിന് വലിയ ഒരു കഥയൊന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് കഥയച്ചിട്ട് ചോദിക്കുകയാണ്. മറ്റുള്ള കേസുകളിലൊക്കെ ചോദ്യങ്ങളൊക്കെ അതിന് മുന്നിൽ നടന്ന എന്തെങ്കിലും സംഭവമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ആ ചോദ്യം വരുന്നത്. ഈ പെട്ടെന്നാണ് നമുക്ക് ഈ ചോദ്യമായിട്ട് ഭഗവത്ഗീതയിൽ വ്യാസൻ വെച്ചതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചതോ. അപ്പൊ അതാ പറഞ്ഞത്, 8ാമത്തെ അധ്യായത്തിൽ അക്ഷരബ്രഹ്മം കഴിഞ്ഞിട്ട് ഇംപെറിഷബിൾ ബ്രഹ്മത്തിന്റെ അവസാനം അർജുനൻ ഒരു ചോദ്യം ചോദിച്ചു, മരിക്കണ കാലത്ത് പ്രയാണകാലേ ഞാൻ നിന്നെ എങ്ങനെ അറിയും. അത് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ this would have been the logical connection.
പ്രയാണകാലത്ത് നിന്നെ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോ അപ്പ പിന്നെ പറഞ്ഞു പ്രയാണകാലത്ത് എന്തൊക്കെയാ ഉണ്ടാവുക, ഏത് വിധത്തിലാ, ഷൺമാസ ഉത്തരായണം, ഷൺമാസ ദക്ഷിണായണം, ഏത് വഴിക്കാ പോവുക, ആത്മാവ് പോയിട്ട് എങ്ങനെയാ വരിക, എന്താ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇതൊക്കെ അറിയുന്ന നീ ആരാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞുതരാം, എന്റെ വിഭൂതി ഹിമാലയനാണ്, ഞാൻ മേരുവാണ്, ഞാൻ വാസുകിയാണ്, ഞാൻ അനന്തനാണ്, ഞാൻ നാരദനാണ്, ഞാൻ കപിലനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഓഹോ അതൊക്കെ നീ ആണെങ്കിൽ ഒന്ന് കണ്ടാ കൊള്ളാന്ന് പറഞ്ഞപ്പോ പിന്നെ കാണിച്ചും തരാം, എല്ലാ സാധനങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഇത് കണ്ടപ്പോ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത സ്ഥലത്ത് നീ എന്തായാലും ഇവിടെ കാലിൽ കെട്ടുന്ന സറണ്ടർ ചെയ്ത് ഇതാ പിടിച്ചോ, നിനക്കുള്ള ആട്രിബ്യൂട്ട്സ് ഇതൊക്കെയാണ് നിനക്ക് വേണ്ടത്, ദിസ് ഇസ് ഹൗ യു വാണ്ട് എന്നും പറഞ്ഞു. നൗ സഡൻലി അത് കഴിഞ്ഞു അവിടെ, റൈറ്റ്? അതവിടെ കഴിഞ്ഞപ്പോ നൗ ഈസ് പിക്കിംഗ് ബാക്ക് അപ്പ് ദ ത്രെഡ് ഓഫ് നോളജ് ദാറ്റ് വാസ് ലെഫ്റ്റ്. അപ്പൊ ചില ആൾക്കാർ പറയും അർജുനൻ അപ്പൊ എല്ലാ ഭക്തി എന്നുള്ള അണ്ടർലൈൻ സറണ്ടർ അർജുനന് പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ, അർജുനൻ എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യന് സറണ്ടർ എന്നുള്ള അറിവ് പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ അവന് കർമ്മത്തെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, കാരണം അവന് ഭക്തി ഉണ്ട്, റൈറ്റ്? പക്ഷേ കർമ്മവും ജ്ഞാനവും ഭക്തി ഇല്ലാതെ പൂർണ്ണമാവില്ല. സറണ്ടർ ഇല്ലാതെ പരമേശ്വരനോടുള്ള, പരമാത്മാവിനോടുള്ള സറണ്ടർ ഇല്ലാതെ കർമ്മവും ജ്ഞാനവും പൂർണ്ണമാവില്ല എന്നുള്ളത് കൊണ്ട് ഭക്തി എന്നുള്ള ഐഡിയയിൽ പിടിച്ച് ഒരു 3 ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് വ്യാസന് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നു. Therefore this becomes something that got pushed backwards, but connection 8ാമത്തെ അധ്യായത്തിലാണ്. അല്ല, പ്രകൃതിന്റെ കാര്യമൊക്കെ മുമ്പ് പരാപ്രകൃതിയും അപരാപ്രകൃതിയും ഒക്കെ പറഞ്ഞു കൊടുത്തല്ലേ, പക്ഷെ വീണ്ടും ചോദിക്കുകയാണോ? വീണ്ടും ചോദിക്കേണ്ട പ്രകൃതിയും പുരുഷനും എന്താണ്? അപ്പം ആ കോണ്ടെക്സ്റ്റ് ആലോചിച്ച് നോക്കിക്കോളൂ, റൈറ്റ്? 7ാമത്തെ അധ്യായത്തില് 6ാമത്തെ അധ്യായത്തിലെ ധ്യാനയോഗം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, നിനക്ക് ഞാൻ ജ്ഞാനവും വിജ്ഞാനവും ഉപദേശിച്ചു തരാം, നിനക്ക് ഞാൻ വാട്ട് ഈസ് ടു ബി നോൺ ആൻഡ് വാട്ട് ഈസ് ടു ബി എക്സ്പീരിയൻസ്ഡ് എന്നുള്ളത്. ജ്ഞാനം ആൻഡ് വിജ്ഞാനം ഈസ് ദാറ്റ് നോളജ് വെൻ യു എക്സ്പീരിയൻസ് ഇറ്റ്, റൈറ്റ്? അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് എൻ്റെ ലോവർ നേച്ചർ, എന്താണ് എൻ്റെ ഹയർ നേച്ചർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 8 ലോവർ നേച്ചർ ഉണ്ട്. അത് പിന്നെ 1 നേതി എന്ന് പറഞ്ഞപ്പോൾ ഇതിലൊന്നും പെടാത്തതാണ് എൻ്റെ ഹയർ നേച്ചർ എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് 8ാമത്തെ അധ്യായത്തിൽ അക്ഷരം എങ്ങനെയാണ്, 8ാമത്തെ അധ്യായത്തിന് മുമ്പുള്ള അർജുന്റെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ ഈ പെരിഷബിൾ ഇംപെരിഷബിൾ എന്താണെന്നൊക്കെ. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഭക്തിയോഗവും കൂടെ കഴിഞ്ഞ് വന്നപ്പോ നൗ വ്യാസൻ പ്രോബബ്ലി വാണ്ട്സ് us to get a refresher on those things. കാരണം പ്രകൃതിയും പുരുഷനെയും കുറിച്ച് ഒന്നുകൂടെ അറിഞ്ഞാലേ ബാക്കിയില്ല. കാരണം 15ാമത്തെ അധ്യായം എന്താണ്? പുരുഷോത്തമ യോഗമാണ്. പുരുഷന്റെ ഉത്തമ പുരുഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദി അൾട്ടിമേറ്റ് പരാപ്രകൃതിയാണ് അത് മുഴുവൻ. ഊർധമൂലം അധശാഖം അശുദ്ധം പ്രാഹുരഭയം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പൊ അതിനൊരു റിഫ്രഷർ വേണം. സോ ദിസ് ഇസ് എ ഡെലിബറേറ്റ് ഇൻജെക്ഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ, സോ ദാറ്റ് ഇത് അർജുനന് വേണ്ടിയൊന്നും അല്ല, നമുക്ക് വേണ്ടി, സോ ദാറ്റ് യു വിൽ ഗോ ബാക്ക്, റെഫർ ടു ഇറ്റ്, സോ ദാറ്റ് 14ാമത്തെയും 15ാമത്തെയും അധ്യായം ആവുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും എന്നുള്ളതിന് വേണ്ടി ആയിരിക്കണം. അല്ലെങ്കിൽ അർജുനെ അന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ പ്രകൃതിയും പുരുഷൻ എന്ന് പറഞ്ഞ അടുത്ത് ഒരു ശ്ലോകത്തിൽ പറയേണ്ടത് ആവശ്യമുള്ളൂ. ഭഗവാന് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നിന്നോട്, നീ പോയി നോക്ക്, റെഫർ ബാക്ക് ടു മൈ നോട്ട്സ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് വീണ്ടും റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയുന്നതാവാം. കാരണം ഇത് കഴിഞ്ഞാല് ഇതില് ഒരു എത്രാമത്തെ 13ാമത്തില് 7ാമത്തെ ശ്ലോകം മുതൽ കുറെ ക്വാളമാനിത്വം മതം വിത്വം അഹിംസ ശാന്തിരാർജവം ആചാര്യോപാസനം ശൗചം എന്നൊക്കെ പറഞ്ഞ സ്ഥൈര്യം ആത്മവിനിഗ്രഹം കുറെ വാല്യൂസ് പറയും, റൈറ്റ്? വാട്ട് ആർ ദ വാല്യൂസ് ഫോർ എ ക്ഷേത്രം എന്ന് കരുതിയിരിക്കുന്നവൻ ടു ബി ഐഡിയലൈസ്ഡ് വിത്ത് എ ക്ഷേത്രജ്ഞൻ. ആ വാല്യൂസ് പറയും. പക്ഷെ അത് വാല്യൂസ് അല്ല, അവർ വാല്യൂസ് നമുക്ക് തോന്നും, പക്ഷെ അത് വെർച്യൂസ് ആവണം എന്ന് പറയും. അത് നമുക്ക് പ്രാക്ടീസിൽ വരണം. വാല്യൂസ് ആർ സംതിങ് ദാറ്റ് യു നോ. സത്യം പറയണം ഇസ് എ വാല്യൂ. ടെൽ ദ ട്രൂത്ത് ഇസ് എ വാല്യൂ. ടെല്ലിംഗ് ദ ട്രൂത്ത് ഇസ് എ വെർച്യൂ, റൈറ്റ്? പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഐ നോ ദ വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ, റൈറ്റ്? ഐ നോ ദ വാല്യൂ. സത്യം പറയണം എന്നുള്ള വാല്യൂ എനിക്കറിയാം. ബട്ട് ഹാസ് ഇറ്റ് ബിക്കം എ വെർച്യൂ ടു മീ? സത്യം പറയണം എന്നുള്ള വാല്യൂ അറിയുന്നത് കൊണ്ട് ഞാൻ സത്യമേ പറയൂ എന്നുള്ളത് ശരിയാണോ?
ഞാൻ നുണ എത്ര പറയുന്നുണ്ടോ? പക്ഷെ എനിക്ക് വാല്യൂ അറിയാം. ഈസ് ദാറ്റ് വാല്യൂ യൂസ്ഫുൾ ടു മീ? ഇറ്റ്സ് എ വാല്യൂ, പറഞ്ഞു കൊടുക്കാം. ടു മീ ഈസ് ദാറ്റ് വാല്യൂ യൂസ്ഫുൾ? റൈറ്റ്? സോ വാല്യൂ, അപ്പൊ അതാണ് ഈ 7ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറയുന്നതാണ്, നിനക്കൊക്കെ അറിയാം, വാല്യൂസ് അറിയാം, ബട്ട് അൺടിൽ ദ വാല്യൂസ് ബിക്കം വെർച്യൂസ്, വാല്യൂസ് ഹാവ് നോ വാല്യൂ. അപ്പൊ ഒരാളോട് പറയാം, ഇപ്പൊ എനിക്കൊരാളോട് സത്യം മാത്രമേ പറയാവൂ കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാം. ആൻഡ് ഐ ക്യാൻ ഇൻകൾക്കേറ്റ് എ വാല്യൂ. ബട്ട് നമ്മൾ ധാരാളം പറയുമ്പോൾ ടീച്ച് ദം വാല്യൂസ്, ടീച്ച് ദം വാല്യൂസ്. Teaching them values is important, but whoever is taught converting the value to virtue is the ultimate test of that value. അപ്പൊ അതെങ്ങനെയാണ് ഒരു വാല്യൂ വെർച്യു ആവുക? ഒരു കുട്ടിയോട് സത്യം മാത്രമേ പറയാവൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി അതിനെ എങ്ങനെയാണ് വെർച്യു ആക്കുക? ആ വാല്യൂവിന്റെ പിന്നിലുള്ള ട്രൂത്ത് അറിയുമ്പോൾ. കറക്റ്റ്? ആ വാല്യൂവിന്റെ, അതാണ് ഈ ചാപ്റ്റർ മുഴുവൻ. എന്തിനാണ് നീ ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് അറിയേണ്ടത്? നീ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞാലേ അത് നിന്റെ സ്വാംശീകരണം ആവൂ. ഇല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് ജസ്റ്റ് എ സൂപ്പർഫിഷ്യൽ. സോ നിങ്ങൾ വന്ന് എന്നോട് പറയുന്നു സത്യം മാത്രമേ പറയാവൂ എന്ന്. സത്യമേ പറയാത്ത എനിക്ക് അറിയാം അതൊരു വാല്യൂ ആണെന്ന്, ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അതില്ലാതിരിക്കാനാണ് യഥാർത്ഥമായിട്ട് അറിഞ്ഞ് വാല്യൂവിനെ വെർച്യു ആക്കണം എന്ന് പറയുന്നത്. So that's where we are going in this chapter. നമ്മള് ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മള് ശിഷ്യനാണ്, അല്ലെ? വേറൊരു സാറ് അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ ശിഷ്യനാണ്. അതേ സാധനം തന്നെ പിറ്റേ ദിവസം നമ്മൾ വേറൊരാൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് സാറുമാണ്. പക്ഷെ ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ആ വിദ്യയാണ് അതാണ് ശാശ്വതമായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സിറ്റുവേഷനെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്നാണ് പറഞ്ഞത്. ഗുരുവും ശിഷ്യനും നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈവറെ പോലെ. ഡ്രൈവർ ആയിരുന്നു, ഇന്നലെ ഡ്രൈവർ ആയിരുന്നു, ഇന്ന് യാത്രക്കാരനാണ്. അതെ. പക്ഷെ ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ആ രണ്ട് കാര്യങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളിൽ അപ്പൊ പഠിച്ച ആ വിദ്യ മാത്രമേ ഉള്ളൂ ശരിക്കും. അതേ ഉള്ളൂ, സത്യമായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. When you strip the field, when you strip the knower of the field from the field, only knowledge exists. Right? അവിടേക്കാണ് ഈ ചാപ്റ്റർ പോകുന്നത്. അത് മാത്രമേ ക്ഷയിക്കാത്തതായിട്ടുള്ളൂ, അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. അതറിയുന്നത്, once you know that is ശാശ്വതം, at the end of the day നമുക്ക് എന്താണ് വേണ്ടത്? സത് അസത് വിവേകം. റൈറ്റ്? മുമുക്ഷത്വത്തിലേക്ക് ആദ്യത്തെ വഴി വിവേകമാണ്. വിവേക വൈരാഗ്യ ഷഡ്സമ്പത്തി. വിവേകവും വൈരാഗ്യവും വിൽ ഗോ ടുഗദർ, ബിക്കോസ് വൈരാഗ്യം ഇല്ലാതെ വിവേകം ഉണ്ടാവില്ല, വിവേകം ഇല്ലാതെ വൈരാഗ്യം ഉണ്ടാവില്ല. പക്ഷെ ആ സത് അസത് വിവേകം, ദാറ്റ് ഡിസ്ക്രിമിനേഷൻ ഹാപ്പൻസ് ഓൺലി. ശങ്കരാചാര്യ വിവേക് ചൂഡാമണി പറഞ്ഞ പോലെ ഈ വിവേകം, മനുഷ്യത്വം, മുമുക്ഷുത്വം, ഇതൊക്കെയാണ് വേണ്ടത്. മുമുക്ഷത്വത്തിലേക്കുള്ള ആദ്യത്തെ വഴി മനുഷ്യത്വമാണ്, മനുഷ്യനാവുകയാണ്. അപ്പം അത് ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതില് കുറെ ഭഗവാൻ ഡിഫൈൻ ചെയ്യും. സാങ്ക്യത്തിൽ പറഞ്ഞ മാതിരി കാരണം പ്രകൃതിയും പുരുഷനും സാങ്ക്യമായത് കാരണം ഒരു ശ്ലോകത്തിൽ 2 ശ്ലോകത്തില് പ്രകൃതിയും പുരുഷനെയും ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് അത്രയേ ഉള്ളൂ. അധികം പ്രകൃതിയെ പുരുഷനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ക്ഷേത്രവും ക്ഷേത്രജ്ഞനെ കുറിച്ചാണ് അധികം പറയുന്നത്. അപ്പൊ ഇതില് ഒരു കുറെ വാല്യൂസും കുറെ എന്താണ് പ്രകൃതി പുരുഷൻ എന്നുള്ളതിനെ കുറിച്ച് പറയും. ആൻഡ് ദെൻ ഹി ഗോസ് ഓൺ ടു ദി വാല്യൂസ്. ഓക്കെ, എന്നാ നമുക്ക് നിർത്താം. വേറെ ഒന്നുമില്ലല്ലോ. രാജി, ബിജു? അല്ല, 12ാമത്തെ അധ്യായത്തില് അർജുന്റെ ചോദ്യം നിർഗുണ ബ്രഹ്മനാണോ അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മ ഉപാസനയാണോ സഗുണോപാസനയാണോ വേണ്ടതെന്നല്ല ചോദിച്ചത്. അതിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്ത സഗുണോപാസനയെ കുറിച്ചല്ലേ? സഗുണോപാസനയിൽ കൂടെ നിർഗുണത്തിലേക്ക് എത്തുന്നതാണ്. അപ്പൊ ഇത് എക്സാക്ട്ലി ഈ 13th ചാപ്റ്റർ നിർഗുണോപാസനയല്ലേ പറയുന്നത്? നിർഗുണ ഉപാസന അല്ല. ഇവിടെ ഒരു ഉപാസന എന്നുള്ളത് വിട്ടു. യു ആർ നോട്ട്, ആ ഉപാസന ലെവല് കഴിഞ്ഞു. ഇവിടെ ഉപാസിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ചുള്ള അറിവാണ്. ഉപാസന എന്നുള്ളത് ഇസ് ആൻ ആക്ഷൻ, റൈറ്റ്? ഉപാസന
ഈസ് എൻ ആക്ഷൻ. ആ ആക്ഷന് വേണ്ട വെർച്യൂസ് ഒക്കെയാണ്, എങ്ങനെയാണ് മനസ്സിന്റെ അവസ്ഥയൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹീസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് ദാറ്റ് അൾട്ടിമേറ്റ്. നിർഗുണൻ അതന്നെയല്ലേ എക്സ്പ്ലെയിൻ നിർഗുണൻ, അതെ. ഉപാസനയില്ല, നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച്. ഇനിയുള്ളത് മുഴുവൻ നിർഗുണ ബ്രഹ്മമാണ്. ഇനി സഗുണ ബ്രഹ്മ ഇല്ല. ഇനിയുള്ള മുഴുവൻ നിർഗുണ ബ്രഹ്മമാണ്. പുരുഷോത്തമ യോഗത്തിൽ വരുമ്പോൾ പറയുന്നത് ഇറ്റ്സ് ദി അൾട്ടിമേറ്റ് ഓഫ് ദാറ്റ് നിർഗുണ ബ്രഹ്മം. സഗുണം കഴിഞ്ഞു. There is nothing with attributes anymore, because he's asking us to shed the identity with everything, right? Identity shed ചെയ്ത attributes പോയില്ലേ? ഓക്കെ, അപ്പൊ ബിജു വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, വിനീഷ് ഒരു ഓക്കെ. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു ന കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓക്കെ, താങ്ക് യു. നമുക്ക് നാളെ കാണാം. ഹാവ് എ ഗുഡ് ഡേ. ശരി.